കല്യാണം കഴിഞ്ഞത് ഏപ്രിൽ മാസത്തിലാണ്, 2024-ലാണ്. അന്ന് തൊട്ട് ഇങ്ങോട്ട് ഇയാളുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പീഡനം. ഏപ്രിൽ 27-ാം തീയതിയാണ് വിവാഹം നടന്നത്. അതിനുശേഷം 43 പവൻ സ്വർണ്ണാഭരണങ്ങൾ നൽകിയാണ്, ഒരു ബൈക്കും നൽകിയാണ് ഈ വീട്ടിൽ നിന്ന് ആ 19-20 വയസ്സുള്ള സമയത്ത് ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചയച്ചത്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് എല്ലാ തവണയും പലതരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീട്ടിൽ വെച്ച് പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ദുബായിൽ ഷാർജയിൽ വെച്ച് പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം കൊടിയ പീഡനങ്ങളെക്കുറിച്ചുള്ള ദൃശ്യങ്ങളടക്കം അമ്മയ്ക്കും അതുപോലെ തന്നെ ഇളയ സഹോദരിക്കും ഒക്കെ അയച്ചു കൊടുത്തത്. അച്ഛൻ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. എന്താ സംഭവിച്ചതെന്നാണ് നമ്മൾ കരുതുന്നത്? അപ്പോൾ എൻ്റെ മകളെ അവൻ മർദ്ദിച്ച് ക്രൂര പീഡനത്തിലാക്കി അവൻ കൊന്നെന്ന് വേണം പറയാൻ. എന്ത് തന്നെ ആയാലും നിരന്തരമായിട്ട് അവളെ ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമല്ലോ. മർദ്ദന മുറകൾ എന്നും വീക്കെൻഡിലുണ്ടാവും. മദ്യപാനം എന്നുണ്ടാവും, അന്നെല്ലാം മർദ്ദനമൊക്കെ ഉണ്ട്. അത് വർഷങ്ങളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുഞ്ഞ് സഹിച്ച് ഇന്ന് ഒരു പെൺകുട്ടി ആയതുകൊണ്ട് പേരിൽ സഹിച്ചും ക്ഷമിച്ചും പോവുകയാണ്. ഒരുപാട് സഹിച്ചു. എൻ്റെ കുഞ്ഞിന് ഒരു സ്വസ്ഥത ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. ഒരിക്കൽ പോലും അവനൊരു സ്വസ്ഥത കൊടുത്തിട്ടില്ല കുഞ്ഞിനെ. നമുക്കിതൊക്കെ അറിയാറുന്നില്ല. നമ്മളെന്തെങ്കിലും ഒരു ബന്ധം ഒഴിവാക്കാനോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ആലോചിക്കണ്ടേ? കാര്യം ഒരു സ്ത്രീ ഇങ്ങനെ ഒരു മകൾ ഇത്രയും അനുഭവിക്കുന്ന സമയത്ത് അല്ല, അത് അങ്ങനെ ആദ്യം അങ്ങനെ ഇത് കല്യാണം കഴിഞ്ഞ ആദ്യ വർഷങ്ങളിൽ തന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ വലിയ വിഷയം ഉണ്ടായി. അങ്ങനെ കേസൊക്കെ ആയത് അന്ന് ബന്ധം പിരിയാനായിട്ട് നമ്മൾ അവളെ വിളിച്ചുകൊണ്ട് വന്നതാണ്. അന്ന് കോടതിയിൽ കേസായി. പിന്നെ കോർട്ടിൽ കൗൺസിലിംഗ് ചെയ്ത് പിന്നെ രണ്ടുപേരെയും കൂടെ പറഞ്ഞ് എന്നിട്ട് ഞങ്ങൾ കോടതി കൗൺസിലിങ്ങിലൂടെ രണ്ടുകൂടെ ഒത്തുറപ്പായിട്ട് ഞങ്ങൾ സമ്മതിച്ചില്ലായിരുന്നു. എന്നിട്ട് പിന്നെ ഇവൻ വന്ന് കാല് പിടിച്ച് കരഞ്ഞൊക്കെയാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്. എല്ലാം ഇനിയൊന്നും പ്രശ്നം ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയിട്ട് വീണ്ടും അവൻ അതുപോലെ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൻ്റെ സ്വഭാവം അതുപോലെ പഴയതുപോലെ തന്നെ അവൻ കാണിക്കും മദ്യപിച്ചിട്ട്. അങ്ങനെ എന്തായാലും ഇപ്പോൾ ഒരു വർഷം മുമ്പ് ഇപ്പോൾ ഷാർജയിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ഇഷ്യൂ ഉണ്ടാകും. നമുക്കൊരു വലിയൊരു മേജർ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഒരുപാട് ഉപദ്രവിക്കുകയും കയ്യിലൊക്കെ മുറിവൊക്കെ ആയിട്ട് അവൾ എന്നെ കരഞ്ഞ് വിളിച്ച് ഞാൻ പോയി വിളിച്ചുകൊണ്ട് എന്നെ ഇളയ മോടെ റൂമിൽ കൊണ്ടുവന്ന് വേർപെടുത്താനായിട്ട് നോക്കിയതാണ്. 2-3 ദിവസം കഴിഞ്ഞപ്പം വീണ്ടും അവൻ വന്ന് വിളിച്ച് മുമ്പും പുറം കരഞ്ഞ് വിളിച്ചുകൊണ്ട് പോയത്. പിന്നെ ഞാൻ ഇത്തരത്തിലുള്ള പീഡനം ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ അവന് ഒരു കാര്യവും വേണ്ട. ഒരു കാര്യമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം എടുത്തിട്ട് അവൻ പ്രശ്നം ഉണ്ടാക്കും. ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്ന സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കാര്യം നിസ്സാരമായി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവനങ്ങ് പ്രശ്നം ഉണ്ടാക്കും. വലുതാക്കി പറഞ്ഞു. അവൻ്റെ സ്വഭാവ രീതി എങ്ങനെയാണ്, അവൻ പറയുന്നത് എന്താണെന്ന് അവന് പോലും അറിയാൻ മദ്യപിച്ചു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഒരു സ്വഭാവം അവൻ്റെ. ഈ കഴിഞ്ഞ ദിവസം എന്താണ് സംഭവിച്ചത്? കാര്യം കഴിഞ്ഞ മരണം സംഭവിക്കുന്ന തലേ ദിവസം അതുലിയുടെ പിറന്നാളായിരുന്നു. ആ പിറന്നാളിന് അവർ പുറത്തു പോയി സഹോദരിയോടൊപ്പം ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരാൾ ഒരു മുഴുവൻ കയറിൽ ജീവനോടൊക്കൊന്നും കരുതാൻ സാധിക്കില്ല. ഇല്ല, അതൊരിക്കലും എൻ്റെ മോള് ആത്മഹത്യ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര കുഞ്ഞിനോട് അത്ര സ്നേഹവും വാത്സല്യവും ഉള്ളവളാണ്. എപ്പോഴും പറയും, എൻ്റെ കുഞ്ഞ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്, എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, അല്ലെ അവൻ്റെ കൂടെ ഞാൻ ജീവിക്കത്തില്ലായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു. അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ ക്രൂര പീഡനത്തോടെ അവളെ കൊന്നതാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അന്ന് പിറന്നാൾ ദിനമായിരുന്നല്ലോ. അന്ന് ഒരു വീട്ടുകാരോട് സംസാരിച്ചിരുന്നോ? അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന? കാര്യം ഒരു ആത്മഹത്യയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അവരുടെ ഒരു സ്വാഭാവികമായിട്ടൊരു സംസാര രീതിയൊക്കെ മാറുമല്ലോ. അല്ല, അത് പിന്നെ ഇളയ അനിയത്തിക്ക് അവൾ വീഡിയോ ക്ലിപ്പ് ഇട്ട് കൊടുത്തായിരുന്നു. പക്ഷേ മരിക്കുമെന്നുള്ള അങ്ങനെയുള്ളൊരു സംഭാഷണവും കാര്യങ്ങളൊന്നും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. വീഡിയോ ഇങ്ങനെ ഇട്ട് കൊടുത്തത് മർദ്ദനമാണെന്നുള്ളത് ഇതിനു മുമ്പ് ഇങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര അസ്വാഭാവികതയില്ല. മിക്കവാറും ഇങ്ങനെ അടി വഴക്കുണ്ടാകുമ്പോൾ മുറിവ് കിട്ടുമ്പോൾ അവൾ സെൻഡ് ചെയ്യാറുണ്ട് ഇങ്ങോട്ടും അങ്ങോട്ടുമല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കരുതിയുണ്ട്. പിന്നെ രാവിലെ അല്ലേ ഇതിങ്ങനെ അറിയുന്നത്. പിന്നെ അതിന് ശേഷം അവിടെ എന്താ നടന്നത് നമുക്കറിയാൻ വയ്യ. അതായത് ആ വീഡിയോയ്ക്കകത്ത് പല കാര്യങ്ങളും നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ സാധിക്കാം. പക്ഷേ 37 വീഡിയോസ് ഉണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരു കസേര എടുത്ത് അടിക്കാൻ പോകുന്നു. ഒപ്പം മർദ്ദനമേറ്റ വലിയ കൊടിയ പാടുകളുള്ള ശരീര ഭാഗങ്ങളൊക്കെ തന്നെയാണ് കാണുന്നത്. ഉണ്ട്, അതുണ്ട്. അപ്പം പിന്നെ അതിന് ശേഷം ഇനി അവൻ്റെ മർദ്ദനത്തിൽ മരിച്ചോ അതിനുശേഷം എടുത്ത് ഇവൻ കെട്ടി തൂക്കിയാണോ എന്താണെന്ന് നമുക്ക് അതിൻ്റെ ഇപ്പോൾ റിപ്പോർട്ടെല്ലാം വന്നതിന് ശേഷം എല്ലാം നമുക്ക് പറയാനൊക്കെ. ഫോറൻസിക്കിൻ്റെയും പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒക്കെ കിട്ടിയതിന് ശേഷം എല്ലാം കൃത്യമായിട്ട് നമുക്ക് പറയാനൊക്കെ എന്താ സംഭവിച്ചെന്നുള്ള. അവിടെ നമ്മുടെ ഈ ഷാർജയിൽ പോലീസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അവിടെ ആരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അവിടെ എൻ്റെ ഇളയ മരുമകൻ അവിടെ ഉണ്ട്, ഗോപു. അവന് ഇത് കാര്യങ്ങളൊക്കെ ഇപ്പം ചെയ്യുന്നത്. അവിടെ ഷാർജ പോലീസ് അതിൻ്റെ ഫോളോ അപ്പിലാണ് ഉള്ളത്. ഷാർജ പോലീസ് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അതിൻ്റെ ഇളയ സഹോദരി ഷാർജയിലാണല്ലോ ഉള്ളത്. അവരോട് ഈ കാര്യങ്ങൾ പറയുകയും കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നല്ലോ. അവരെന്തെങ്കിലും ഒരു മീഡിയേഷൻ വല്ലതും നടത്തിയിട്ടുണ്ടോ ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി? എത്രയോ പ്രാവശ്യങ്ങൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇത് സോൾവ് ആക്കിയിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം. ഇനി
മാനുഷികമായ ഒരു ചിന്താഗതിയും കാര്യങ്ങളും ഇല്ലാത്തൊരു മനുഷ്യനല്ലേ. അവന് ഇങ്ങനെ മാറുന്ന സ്വഭാവം എങ്ങനെ മാറ്റാനാണെന്ന് എനിക്കറിയത്തില്ല. അവനൊരു ചികിത്സയിലൂടെ കൂടും അവൻ മാറുമെന്ന് എനിക്ക് തോന്നുന്നു. അവൻ്റെ ഒരു പ്രത്യേക സ്വഭാവം അവൻ്റെ മദ്യപിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത്ര വലിയൊരു വിഷയമില്ല. മദ്യം ചെന്ന് കഴിയുമ്പോഴാണ് ഈ വിഷയങ്ങൾ മൊത്തം. ഈ അതുല്യക്ക് വിദേശത്ത് നേരത്തെ ജോലി ഉണ്ടായിരുന്നോ? എന്തായിരുന്നു? ഇല്ല, അവൾ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുമായിരുന്നു. ഇപ്പം ജോലി കയറാനായിട്ടിരിക്കുമായിരുന്നു. ഇന്നലെ അങ്ങോട്ട് ഒരു മാളിൽ എവിടെ ജോലി കിട്ടിയായിരുന്നു. അതിന് പോകാനുള്ള ഒരു മുമ്പ് ജോലി കിട്ടിയിട്ടുണ്ട്, ഇപ്പം വിടത്തില്ല. ഇവരൊരു പ്രത്യേക സങ്കുചിത ചിന്താഗതിക്കാരനാണ്, മനസ്സിലായോ? അവൻ്റെ ആ ഒരു രീതി, അവൻ്റെ സ്വഭാവം. അവൻ്റെ ഭാര്യ ആരും നോക്കരുത്, അവൻ്റെ ഭാര്യ ആരും കാണരുത്, ഇങ്ങനെയുള്ള വെറും വൃത്തികെട്ട ഒരു മനസ്സിൻ്റെ ഉടമ അവന്, മനസ്സിലായോ? അപ്പം അതുകൊണ്ട് അവൻ ജോലിക്ക് അങ്ങനെ ഇത് മുമ്പ് ഒരു സ്കൂളിൽ ജോലി കിട്ടിയതാണ്, വിട്ടില്ല അവന്. ജോലിക്ക് പോകുന്ന ഇപ്പം അടുത്ത ദിവസം ജോലിക്ക് പോകുമായിരുന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ജോലിക്ക് പോകുന്നതിന് എന്തെങ്കിലും ദേഷ്യമോ അല്ലെങ്കിൽ എതിർപ്പോ ഉണ്ടായിരുന്നോ? ജോലിക്ക് പോകുന്നതിന് എതിർപ്പായിരുന്നെങ്കിൽ ഇപ്പോൾ വീണ്ടും അവൾ ജോലിക്ക് പോകാനായിട്ട് സമ്മതം കൊടുത്തെന്നാണ് പറഞ്ഞത്. ജോലിക്ക് പോകാനായിട്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി അതും കൂടെ ആയതുകൊണ്ടായിരിക്കും ഇയാൾ കൂടുതൽ വയലൻ്റ് ആയെന്ന് എൻ്റെ ഉദ്ദേശം. ഇന്നലെ ജോലിക്ക് കൂടെ പോകണം. ജോലിക്ക് പോകാതിരുന്നാലേ കുഞ്ഞിന് എന്തെങ്കിലും, അവനൊരു പരിമിതിക്കപ്പുറം ഒന്നും കൊടുക്കത്തില്ല. നല്ല ശമ്പളമൊക്കെ ഉള്ള ജോലിക്കാരനാണ്. പക്ഷേ അവനെല്ലാം മദ്യപിച്ച് മതമതനായിട്ട് നടക്കണം എന്നുള്ളൊരു കാര്യമുള്ളത്. ഇപ്പം അവിടെ എന്തെങ്കിലും പരാതികൾ നേരത്തെ വന്നിട്ടുണ്ടോ? കോടതി ഷാർജയിൽ എന്തെങ്കിലും നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെയുള്ള വർധനമായിട്ട് ബന്ധപ്പെട്ട്? ഷാർജയിൽ അന്ന് നമ്മൾ പരാതി കൊടുക്കാനായിട്ട് അന്ന് ഈ ഒരു വലിയൊരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ഞാൻ പരാതി കൊടുക്കണമെന്ന് പറഞ്ഞ് ചെന്നത്. അപ്പം പിന്നെ അന്നേരം അവൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോകും. നമ്മളവിടെ പരാതി കൊടുത്താൽ അവൻ്റെ കമ്പനിയിൽ അവർ പുറത്താക്കും. അതുകൊണ്ട് പിന്നെ റിക്കാർഡിക്കലായിട്ട് നമ്മൾ പരാതി കൊടുത്തില്ല. ഈ അതുല്യ ജോലിക്ക് പോകുന്നതിനുള്ള ഒരു വിരോധമായിരുന്നു ഇപ്പം ഇപ്പോഴത്തെ അവസാന ഘട്ടത്തിലെ ഒരു പ്രശ്നത്തിന് കാരണം? അതൊന്നും ആയിരിക്കത്തില്ല. എന്തെങ്കിലും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾക്ക് ഉണ്ടായ ഇത് കാണും. അതിനകത്തൊരു ഇതിൻ്റെ കൂടെ ഒരു റിയാക്ഷൻ കാണുമായിരിക്കും. ജോലിക്ക് പോകുന്നതിന് അങ്ങനെയും ഉണ്ടായിരിക്കും. പല കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് തല്ലത്തേ ഉള്ളൂ അവനെ. കുഞ്ഞിതൊന്നും കൊള്ളത്തതേ ഉള്ളൂ. എന്ത് അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് മകളെ, ഇനി ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പം ഇത് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മോളെ, എന്തെങ്കിലും അവന് ഇതുപോലെ വയലൻ്റ് ആവുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള ഫ്ലാറ്റിലോട്ട് പോവുകയോ, അവിടെ ലേഡീസ് ഫാമിലിയൊക്കെ താമസിക്കുന്നുണ്ട്, അങ്ങോട്ട് പോയി അഭയം തേടി അവൻ നോർമലാകും തിരിച്ച് വന്നാൽ മതിയല്ലോ. അന്നേരം ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവെന്ന് പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ കുഞ്ഞുങ്ങളില്ല, അവരുടെ മനസ്സിലതൊക്കെ എത്ര ഇരിക്കും. അതിനുള്ള പക്വതയെല്ലാം ഉള്ളവർ. 30 വയസ്സുണ്ടെങ്കിലും അത്ര പക്വതയില്ല. ഒരു മകളുണ്ടല്ലേ, 10 വയസ്സൊരു മകളുള്ളൂ. ആ കുഞ്ഞ് നമുക്ക് പോകാനോ താമസം? മകള് ഇവിടെ മോളിവിടെ ഉണ്ടത്. നമ്മൾ മദ്യപനെ വേണ്ടി വിടത്തില്ല.